രഘുനാഥായ നാഥായ സീതായാം പതേ നമഃ. ഗുരുവായൂരപ്പ ശരണം നാരായണ. ബാലകാണ്ഡത്തിന്റെ പാരായണം സമർപ്പിക്കുകയുണ്ടായി. ബാലകാണ്ഡത്തിലെ ബാക്കി ഭാഗങ്ങളെയും കൂടി ഓടിച്ച് കാണാൻ ശ്രമിക്കാമെന്ന്. ശരിക്ക് ഇപ്പോൾ നമുക്ക് തോന്നുന്നത് കർക്കിടമാസം മുഴുവൻ ഇതുപോലെ ഉപയോഗിച്ചാൽ ഒരുമാതിരി പറഞ്ഞു തീരാൻ ശ്രമിക്കാം. അത് 7 ദിവസം 7 പകലൊന്നും തീരെ പോരാന്ന്. 30 പകലുകൾ കിട്ടിയാൽ ഒരുമാതിരിയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. മനസ്സിലാക്കിയെന്ന് പറയാനാവില്ല, പിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓരോ സ്തുതിയും ഓരോ ഉപദേശഭാഗങ്ങളും അത്ര വിലപ്പെട്ടതാണ് രാമായണത്തിൽ. ഇപ്പം വായിച്ചു നിർത്തിയ ആ ഭാഗത്തെ പരശുരാമസ്വാമി ശ്രീരാമനെ സ്തുതിക്കുന്ന ആ ഭാഗത്ത് തന്നെ വളരെ കുറച്ച് ഭാഗമേ ഉള്ളൂ, എങ്കിൽ പോലും അത്ര സുന്ദരമായ ഭാഗങ്ങളാണ്. അതിങ്ങനെ ഓരോ വേർഡ് ബൈ വേർഡ് ഓരോ വാക്കുകളുടെ പ്രാധാന്യം ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി ചിന്തകളെ പങ്കുവെച്ച് മുമ്പോട്ട് പോകാൻ കഴിയണമെങ്കിൽ പറഞ്ഞത് ഒരു 30 ദിവസം ശരിക്കും വേണം. അതുകൊണ്ട് പറയാനുള്ളതിൻ്റെ ഒരംശമേ നമുക്കറിയാവൂ. നമുക്കറിയാവുന്നതിൻ്റെ ഒരംശമേ പറയാനിവിടെ സമയവും സൗകര്യവും കിട്ടുന്നുള്ളൂ. അത്രയെങ്കിലും നമുക്ക് ചിന്തിക്കാനും ഉറപ്പിക്കാനും കഴിയട്ടെ. അതിന് ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ, ഗുരുകൃപ ഉണ്ടാകട്ടെ, സർവോപരി നമ്മുടെ ശ്രമവും ഉണ്ടാകട്ടെ. അയോധ്യയിലാണ് ദശരഥൻ. എന്താണ് അയോധ്യ? യുദ്ധം കൊണ്ട് കീഴടക്കാനാവാത്ത മനുഷ്യചിത്തമാണ് അയോധ്യ. അവിടെയുള്ള ജീവാത്മ സ്വരൂപത്തെയാണ് ദശരഥൻ എന്ന് സൂചിപ്പിക്കുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളിലും 5 കർമ്മേന്ദ്രിയങ്ങളിലും വ്യാപൃതനായിരിക്കുന്ന ജീവാത്മാവിനെയാണ് ദശരഥൻ എന്നുള്ള വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 10 രഥങ്ങളിലിരുന്ന് യുദ്ധം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂചിപ്പിക്കുന്ന അർത്ഥം, സൂക്ഷ്മമായ അർത്ഥം അതാണ്. ഒരു ജീവാത്മാവിന്റെ കഥകളെയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. അവിടെ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തികളാകുന്ന 3 ദേവിമാർ, കൗസല്യയാകുന്ന ഏത് ശക്തി വേണം കൗസല്യയ്ക്ക്? വോട്ടിനിടാം അല്ലേ? ഇനിയൊന്നുകൂടെ ഉള്ളൂ അല്ലെ? അവര് പ്രസവിച്ചു, കുട്ടിയാണോ പെണ്ണോ എന്നിപ്പോ ഓർക്കുന്നില്ല എന്ന് പറയുന്നത് പോലെയാണത്. കൗസല്യയാകുന്ന ഇച്ഛാശക്തി, കൈകേയിയാകുന്ന ക്രിയാശക്തി, സുമിത്രയാകുന്ന ജ്ഞാനശക്തി. സംശയിക്കാതെ ഉറപ്പിച്ചോളൂ. അവിടെയാണ് 4 കലകളോടുകൂടിയ ഭഗവാന്റെ അവതാരം. പൂർണ്ണാവതാരമായ രാമാവതാരവും പരിപൂർണാവതാരമായ കൃഷ്ണാവതാരവും 4 കലകളോടുകൂടിയാണ്. രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാരായിട്ട് രാമാവതാരത്തിലും, വാസുദേവൻ, ബലരാമൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ എന്ന് 4ആയിട്ട് കൃഷ്ണാവതാരത്തിലും. പൂർണ്ണമാകുന്നത് 4 കലകളോടുകൂടിയാണ്. ഈ 4 കലകൾ എന്ന് സൂചിപ്പിക്കുന്നത് നമ്മുടെ അന്തഃകരണത്തെയാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്ന 4 ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ സൂക്ഷ്മമായിട്ട് ഒരുപാട് തത്വം മനസ്സിലാക്കാനുണ്ട് രാമായണത്തിൽ. എങ്ങനെയുണ്ട് എന്ന് സൂചിപ്പിക്കാൻ മാത്രമേ ഇപ്പോൾ സമയം അനുവദിക്കുന്നുള്ളൂ. അവിടെ ഒരു സാധകന്റെ സഞ്ചാരം ആരംഭിക്കലാണ് ശ്രീരാമന്റെ
കാട്ടിലേക്കുള്ള യാത്ര സൂചിപ്പിക്കുന്നത്. സാധകന്റെ സഞ്ചാരം ആരംഭിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ, ഉള്ളിൽ വരുന്ന അദമ്യമായ കാമത്തെ നേരിടലാണ്. അതാണ് താടകയിൽ കൂടി കണ്ടത്. ആഗ്രഹങ്ങളെ അമർത്താൻ, ഇല്ലാതാക്കാൻ, നിയന്ത്രിക്കാനുള്ള പരിശീലനം. ദേഹബുദ്ധിയെ അതിജീവിക്കണം. അതിനാണ് മന്ത്രമൊക്കെ കൊടുത്തത്. ഏത്? ബലാതിബലമൊക്കെ കൊടുത്തത് അല്ലേ? ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിശപ്പും ദാഹവും ഒക്കെ എന്നർത്ഥം. അതിനെ നേരിടാൻ കഴിയണം എന്ന് പറഞ്ഞാൽ ഈ ആവശ്യങ്ങളെ മുൻനിർത്തി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സമയമേ കാണുകയുള്ളൂ എന്ന്. രാവിലത്തെ ആഹാരം കഴിഞ്ഞാൽ അപ്പോഴും ചിന്തയായി എന്ത് ഉച്ചയ്ക്ക് എന്തായിരിക്കും. സപ്താഹ സ്ഥലങ്ങളിൽ പോലും പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഈ ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ടതിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം. ഒരു സാധകൻ ആദ്യം അതിനെ ഇല്ലാതാക്കണം. ഇങ്ങനെ സൂക്ഷ്മമായ തത്വങ്ങളുടെ നിലയ്ക്കാത്ത പരമ്പരയാണ് രാമകഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലാക്കൂ. ജ്ഞാനാനന്ദ സ്വാമികളുടെ രാമായണ തത്വവും നമ്മുടെ ഗുരുദാസന്റെ രാമായണ തത്വമൊക്കെ വായിച്ച് പഠിക്കുക. അപ്പം മനസ്സിലായത് സൂചന മാത്രം പറയുകയാണ്. വിശദമായിട്ട് പറയാൻ നമുക്ക് സമയം. അതുപോലെയാണ് അഹല്യാമോക്ഷം. മനസ്സിൽ തന്നെ നേരത്തെ പറഞ്ഞു മനസ്സിന്റെ പ്രതീകമാണ് ഈ വിക്രിയകളൊക്കെ. അങ്ങനെ ആ മനസ്സ് അഹല്യമായിട്ട്, ഹലം എന്ന് പറഞ്ഞാൽ കലപ്പ, ഹലാഹല, ഹലായുധം എന്ന് കേട്ടിട്ടില്ലേ ബലരാമസ്വാമിയെ പറയുന്നത്? ഹലം കലപ്പ. ഹലം ഏൽക്കാത്ത സ്ഥലമാണ് അഹല്യ. വികസിക്കാത്ത ബുദ്ധിയുടെ ഭാഗം, ശരിയായ അർത്ഥത്തിൽ വികസിക്കാത്ത ബുദ്ധിയുടെ ഭാഗത്തേക്ക് സൂചിപ്പിക്കും. അപ്പോഴതെന്ത് വരും? അവിഹിതമായ വേഴ്ചകളിലേക്കൊക്കെ ബുദ്ധി തിരിഞ്ഞു എന്ന് വരും. അപ്പൊ എന്ത് ചെയ്യും? ശാപമൊക്കെ കിട്ടും. ജഡമായിട്ട് അവിടെ കിടക്കൂ എന്നൊരു ശാപമൊക്കെ. ആ ശാപം എപ്പോഴാണ് മോക്ഷം വരുന്നത്? സത്സംഗം കൊണ്ട്, ഭഗവത് തത്വത്തെ അറിയുമ്പോൾ. ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അഹല്യാമോക്ഷം. സീതാസ്വയംവരോ? നമ്മുടെ മനസ്സാണ് സീത. ജീവഭാവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ശരീരവുമായിട്ട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ മനസ്സുമായിട്ട് ചേരുന്നു. മനസ്സില്ലാതെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ മനസ്സിനെ അന്വേഷിച്ചു പോകുന്നു. ഇവിടെ ഒരു സീതയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോകുന്നു, വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ട് പോകുന്നു അല്ലേ? അവിടെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകാൻ നേരം ഒരാളുണ്ടാകും. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? പ്രാണന്റെ സ്വരൂപമായ ബില്ലിനെയൊക്കെ ഒടിച്ച് മനസ്സാകുന്ന സീതയെ സ്വീകരിക്കും. അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് ദ്വൈതഭാവം, നമ്മിൽ തന്നെയുള്ള ദ്വൈതഭാവം, അങ്ങനെയോ ഇങ്ങനെയോ വികല്പങ്ങളൊക്കെ തടസ്സം നിൽക്കും. അതിന്റെ പ്രതീകമാണ് ആരെ? ഭാർഗവരാമൻ വഴിക്ക് വന്ന് തടഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമൻ ഈ ത്രിലോകത്തെങ്കൽ എന്നൊക്കെ പറഞ്ഞ് നേരിടുന്നത് ഇത് നമ്മുടെ ദ്വൈതഭാവമാണ്. നേരിട്ട് കഴിയുമ്പോൾ മനസ്സിലാകും എന്ത്? ഒരേ രാമനേ ഉള്ളൂ, ഒരേ ചൈതന്യത്തിന്റെ ഭാവം മാത്രമാണ്. വൈഷ്ണവ തേജസ്സൊക്കെ ലയിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭേദബുദ്ധിയൊക്കെ മാറി ഒരേ ചൈതന്യമേ ഉള്ളൂ എന്ന് ബോധിക്കുന്നു. അങ്ങനെയാണ് ബാലകാണ്ഡം. അതായത് സാധകന്റെ ബാല്യാവസ്ഥയാണ് ബാലകാണ്ഡത്തിൽ സൂചിപ്പിക്കുന്നത്. മനസ്സുമായിട്ട് ചേർന്ന് ദ്വൈതഭാവങ്ങളൊക്കെ മാറി ആ ഒരവസ്ഥയാണ് ബാലകാണ്ഡം കൊണ്ട് ചുരുക്കി, വളരെ വളരെ ചുരുക്കി പെട്ടെന്ന് മനസ്സിൽ തോന്നിയതങ്ങ് സൂചിപ്പിച്ചതാണ്. ബാക്കിയൊക്കെ വിശദമായിട്ട് നോക്കി മനസ്സിലാക്കൂ. ഇനി അയോധ്യാകാണ്ഡം തുടങ്ങുമ്പോഴത്തേക്ക് അവിടുത്തെ സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഹല്യാസ്തുതിയാണ്. കുറേ വിശേഷണങ്ങളൊക്കെ ഭഗവാനെക്കുറിച്ച് പറയുന്നുണ്ട്. മായയാ ബഹുവിധരൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും എന്തിരുവടിയത് സേവകന്മാർക്കു പോലും അറിവാൻ അരുതല്ലോ. ത്വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ. ത്വന്മായാ വിമോഹിത ചേതസ, അങ്ങയുടെ മായയാൽ വിമോഹിക്കപ്പെട്ട ബുദ്ധിക്ക്
അജ്ഞാനികളുടെ ബുദ്ധിക്ക് ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടാ എല്ലോ. ഭഗവാന്റെ മഹിമയൊന്നും അറിയാൻ കഴിയുന്നില്ല. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യരെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. ഭഗവാൻ മനുഷ്യനാണ് എന്നൊക്കെ തോന്നുന്ന ആർക്കാണ്? അജ്ഞാനികൾക്കാണ്. നേരത്തെ പറഞ്ഞില്ലേ, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. ഗീത 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ ഒരു പരിതാപകരമായ അവസ്ഥ. എന്ത്? എന്നെ മനുഷ്യനാണെന്ന് കരുതി ഇവരൊക്കെ അവമാനിക്കുന്നു, നിന്ദിക്കുന്നു. എന്താ കഷ്ടം അവർക്ക് പറ്റി? തകരാറ് എവിടെയാണ്? പരംഭാവമജാനന്ദ. എന്റെ പരമമായ അവ്യയവും അനുത്തമവുമായ എന്റെ പരമമായ ഭാവത്തെ അറിയാത്തത് കൊണ്ടാണ് ഈ പാവങ്ങളിങ്ങനെ സമയം വെറുതെ കളയുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്തോളൂ. വിഗ്രഹത്തിൽ പൂജയും പടത്തിലും വിളക്കിലും ഒക്കെ പൂജ ചെയ്യുമ്പോഴൊക്കെ എന്തോ അറിഞ്ഞിട്ട് വേണം? ഭഗവാന്റെ അവ്യയവും അനുത്തമവുമായ രൂപത്തെ, ഭാവത്തെ, തത്വത്തെ അറിഞ്ഞിട്ട് വേണം. അപ്പോൾ കാലക്രമേണ അവിടെ എത്താൻ സാധിക്കും. മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മനുഷ്യനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ. പുറത്തും അകത്തും എല്ലായിടവും ഒക്കെ നിറഞ്ഞിരിക്കുന്നതോ നിത്യം നിന്തിരുവടിയല്ലോ. ഭഗവാൻ എവിടെയായിരിക്കുന്നത്? അകത്തും പുറത്തും എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ശുദ്ധൻ അദ്വയൻ സമൻ. ശുദ്ധൻ എന്ന് പറഞ്ഞാല് പൂർണ്ണമായ പരിശുദ്ധിയുള്ളവൻ. എന്തുകൊണ്ട്? മായാമാലിന്യത്താൽ ബാധിക്കപ്പെടാത്തവൻ. മായയോട് ചേർന്ന് നിൽക്കുമ്പോഴും അവിദ്യാമായയുടെ സ്വാധീനം ഭഗവാനിൽ ഉണ്ടാകുന്നില്ല. അഥവാ ഭഗവത് ഭക്തന്മാർക്ക് അവിദ്യയുടെ സ്വാധീനം ഉണ്ടാകുന്നില്ല. അദ്വയൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. സമൻ, ഭഗവാൻ എല്ലാവർക്കും സമനാണ്. എന്തുകൊണ്ട്? സമസ്ത ശരീരങ്ങളിലും ഭഗവാൻ ഒരുപോലെ സന്നിധാനം ചെയ്യുന്നു. ആനയിൽ വലിയ ഭഗവാനുണ്ട്, എറുമ്പിൽ ചെറിയ ഭഗവാനുണ്ട്. ഇല്ല. ആനയിലും ബ്രഹ്മാവിലും എറുമ്പിലും ഒക്കെ ഭഗവത് ചൈതന്യം ഒരേപോലെ പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ സമനാണ്. സമോഹം സർവഭൂതേഷു. ഗീതയിൽ ഭഗവാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്, സമോഹം സർവഭൂതേഷു അഹം സർവഭൂതേഷു സമഃ. എല്ലാ ഭൂതങ്ങൾക്കും ഞാൻ എല്ലാറ്റിലും ഞാൻ സന്നിധാനം ചെയ്യുന്നത് ഒരേപോലെയാണ്. പിന്നെ വണ്ണമുള്ളതും വണ്ണം ചെറുതും നീളം കൂടിയതും ഒക്കെ ശരീരത്തിന്റെ പ്രത്യേകതകളാണ്, ഉപാധിയുടെ പ്രത്യേകതകൾ മാത്രമാണ്. നിത്യൻ നിർമ്മൽനേകൻ, ഈ വാക്കുകളൊക്കെ പറഞ്ഞാണ്. നിത്യൻ ഏതെങ്കിലും വാക്കുകൾ സംശയം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ, നമുക്ക് പിന്നെ ആലോചിക്കാം. ബുദ്ധൻ, അവ്യക്തൻ, ശാന്തൻ, അസംഗൻ, നിരാകാരൻ, സത്വാദിഗുണത്രയയുക്തയാം ശക്തിയുക്തൻ, സത്വങ്ങൾ ഉള്ളിൽ വാഴും ജീവാത്മാവായ നാഥൻ. അവിടെ സത്വങ്ങൾ സൂചിപ്പിച്ചത് ജീവികൾ, ജന്തുക്കൾ. ഇന്നലെ പറഞ്ഞില്ലേ ജന്തു എന്നുള്ള ശബ്ദം? ജനിച്ചിരിക്കുന്ന, ശരീരം സ്വീകരിച്ചിരിക്കുന്ന എല്ലാം എന്ന് അർത്ഥം. അതിലുള്ളിൽ വാഴുന്ന ജീവാത്മാവായ നാഥനാണ്. ജീവാത്മസ്വരൂപേണ സമസ്ത ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ചൈതന്യമാണ് ഭഗവാൻ. ഭക്താനാം മുക്തിപ്രദൻ, യുക്താനാം യോഗപ്രദൻ, സക്താനാം ഭുക്തിപ്രദൻ, സിദ്ധാനാം സിദ്ധിപ്രദൻ. നോക്കുക പ്രയോഗത്തിന്റെ ഭംഗി. ഭക്താനാം മുക്തിപ്രദൻ. ഭക്തനെന്താ ആവശ്യം? മുക്തി മാത്രമേ ഉള്ളൂ. ചില ഭക്തന്മാർക്ക് മുക്തി പോലും വേണ്ട, ഭഗവാന്റെ ഭക്തി മാത്രം മതി. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ മുക്തിയെ കൊടുക്കും. യുക്താനാം യോഗപ്രദൻ. യുക്തന്മാർക്ക്, യോഗികൾക്ക് യോഗത്തെയാണ്, ആ യോഗത്തെ കൊടുക്കുന്നു. പിന്നെ സക്താനാം ഭുക്തിപ്രദൻ. സക്താനാം എന്ന് പറഞ്ഞാൽ ആസക്തിയുള്ളവർ, ഐഹിക വിഷയങ്ങളിലൊക്കെ ആസക്തി. അച്ഛനായിട്ട് ജീവിച്ചത് മതിയായില്ല, ഭർത്താവായിട്ട് ജീവിച്ചത് മതിയായില്ല, ഓഫീസറായിട്ട് ജീവിച്ചത് മതിയായില്ല, ഇങ്ങനെ ആസക്തി പിന്നെയും കിടക്കുന്നു. ശരീരം കൊണ്ട് വയ്യാതായെങ്കിലും മനസ്സ്, ഇന്ദ്രിയങ്ങൾക്കൊക്കെ ബലമില്ലാതായി, അതിനുള്ള ആ ഇന്ദ്രിയ ഭോഗങ്ങൾക്ക്, എങ്കിലും മനസ്സ് അതിനു വേണ്ടിയിട്ട് ദാഹിക്കുന്നു. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം,
ഇന്ദ്രിയങ്ങൾക്കൊന്നും വേണ്ടത്ര ബലമൊന്നുമില്ല, പക്ഷേ മനസ്സിപ്പോഴും അങ്ങനെ വിഷയങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെയുള്ളവർക്ക് അർഹിക്കുന്നതാണെങ്കിൽ ഭഗവാൻ അതും ഇരിക്കട്ടെ, പാവം, കുറച്ച് കഴിയുമ്പോൾ ശരിയാകും എന്ന് വിചാരിക്കും. സിദ്ധാനാം സിദ്ധിപ്രദൻ, സിദ്ധിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് സിദ്ധികളെയും കൊടുക്കും ഭഗവാൻ. തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ. എന്തുകൊണ്ടാണ് നിരുപമൻ എന്ന് പറഞ്ഞത്? നിരുപമാ റാവു എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ന്യൂസ് കേൾക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ പത്രം വായിക്കുന്നവർക്ക്. നിരുപമം എന്ന് പറഞ്ഞാൽ ഉപമിക്കാൻ മറ്റൊന്ന് ഇല്ലാത്തത്. നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകത്തിലുണ്ടിത്. എവിടെയാ? അനുപമിതം. ഉപമിക്കാൻ മറ്റൊന്നില്ല. എന്തുകൊണ്ട്? ഭഗവാനെ പോലെ മറ്റൊന്നുണ്ടെങ്കിലല്ലേ അത് വെച്ചിട്ട് ഉപമിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഏതിനെങ്കിലും ഉപമിക്കുന്നെങ്കിൽ, കമ്പയർ ചെയ്യുന്നെങ്കിൽ, കമ്പാരിസണ് പറ്റിയ കോമൺ ഫാക്ടേഴ്സ് ഏതെങ്കിലും അതിൽ ഉണ്ടാവണം. ഇല്ലാതെ എങ്ങനെയാ കമ്പയർ ചെയ്യുന്നത്? പഞ്ചസാരയും ചെറുപയറും തമ്മിൽ എന്തുവാ താരതമ്യപ്പെടുത്തുന്നത്? വല്ല ബന്ധമുണ്ടെന്ന് ആലോചിച്ചു. അതേസമയത്ത് പഞ്ചസാര ഉപ്പും തമ്മിൽ താരതമ്യപ്പെടുത്തുക. എന്തുകൊണ്ട്? കാഴ്ചയിലൊക്കെ. അപ്പൊ സമാന ഘടകങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ താരതമ്യത്തിന് പ്രസക്തിയുള്ളൂ. ഭഗവാന് താരതമ്യപ്പെടുത്താൻ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ നിരുപമനാണ്. ഭഗവാൻ എന്തുകൊണ്ട് 3 അവതാരം എടുക്കേണ്ടതായിട്ട് വന്നു? ഭഗവാനെ പോലുള്ള പുത്രനുണ്ടാകണമെന്നാണ് പ്രാർത്ഥിച്ചത്. ഭഗവാനെ പോലെ ഒരു പുത്രനുണ്ടാവാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ തന്നെ പുത്രനായിട്ട് ജനിച്ചു. അതുകൊണ്ടാണ് കൃഷ്ണാവതാരത്തിൽ പറഞ്ഞു, ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും 3 തവണ എനിക്ക് ജോലിയായി, ഇനിയെങ്കിലും ഇങ്ങനൊന്നും ആഗ്രഹിക്കരുത്. അതുകൊണ്ട് എന്നെ പുത്രഭാവത്തിലും ബ്രഹ്മഭാവത്തിലും ഒക്കെ ചിന്തിച്ച് സദ്ഗതിക്ക് ശ്രമിച്ചുള്ളൂ. അത്രയും സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ട് പോലും അത് സാധിച്ചില്ല എന്ന് വസുദേവർ ഒടുവിൽ പരാതി പറയുന്നുണ്ട്, സങ്കടം പറയുന്നുണ്ട്. ആരോട്? ആരോടാ പറഞ്ഞേ? നാരദരോട്. ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, പക്ഷേ ഭഗവാന്റെ മായ കൊണ്ട് വിമോഹിതരായ ഞങ്ങൾക്ക് ഭഗവാനെ അങ്ങനെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഈ വയസ്സാം കാലത്തെങ്കിലും ഞങ്ങൾക്ക് ഇത്തിരി ധർമ്മോപദേശമൊക്കെ തരൂ എന്ന് ചോദിക്കുമ്പോഴാണ് പ്രസിദ്ധമായ നിമി നവയോഗി സംവാദത്തെ നാരദൻ വസുദേവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അല്ലെ, നിരുപമം എന്നുള്ള വാക്കിനെ മനസ്സിലാക്കാനാണ് ഈ ശ്രമിക്കുന്നതെന്ന് മറക്കാതിരിക്കൂ. ഇപ്പൊ ഭഗവാന് തുല്യനായിട്ട്, ഭഗവാന് തുല്യമായിട്ട് ഘടകങ്ങൾ മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭഗവാൻ നിരുപമനാണ്. നിഷ്കളൻ നേരത്തെ പറഞ്ഞതാണ്, കള്ളകൾ ബാധിക്കാത്തവൻ. നിരഞ്ജനൻ, അഴുക്ക് ബാധിക്കാത്തവൻ. മായാസംബന്ധമില്ലാത്തവൻ. നിർഗുണൻ, നിശ്ചഞ്ചലൻ, നിർമ്മലൻ, നിരാധാരൻ. എന്തുകൊണ്ട് നിരാധാരൻ? ഭഗവാനാണ് എല്ലാത്തിനും ആധാരം. അതുകൊണ്ട് ഭഗവാൻ നിരാധാരനാണ്. എന്തുകൊണ്ട്? ഭഗവാന് നിലനിൽക്കാൻ മറ്റൊരാധാരം വേണ്ടി വന്നിരുന്നെങ്കിൽ ആ ആധാരം എവിടെ നിന്നുണ്ടായി എന്ന് അന്വേഷിക്കേണ്ടതായിട്ട് വരുമായിരുന്നു. 2 എണ്ണം ഒന്നിച്ച് ഏകമായിട്ട് നിലനിൽക്കുകയില്ല. അപ്പോൾ പല വാക്കുകൾക്ക് പ്രസക്തിയില്ലാതെയാകുന്നു. അതുകൊണ്ട് പരമമായ കാരണത്തിന് മറ്റൊരു കാരണം ഇല്ല. അൺകോസ്ഡ് കോസ് ഫോർ ഓൾ കോസസ്. എല്ലാ കാരണങ്ങൾക്കും കാരണമായിട്ട് നിൽക്കുന്ന പരമകാരണം. അതുകൊണ്ടാണ് ആ വാക്ക് അവിടെ സൂചിപ്പിച്ചത്. നിഷ്ക്രിയ, അതിനെ താഴെ വരുന്നുണ്ട്. നിഷ്കാരണൻ. നിഷ്ക്രിയൻ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നേരത്തെ ഈ സൂചന നമ്മൾ കണ്ടു ഒരിടത്ത്, രാമഹൃദയത്തിൽ കണ്ടു. എന്ത്? ഒരു വസ്തു ചെയ്യുകയില്ല ഒരു നാളും. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ തമാശ എപ്പോഴും പറഞ്ഞു നേരം. ഒരു വസ്തു ചെയ്യല്ല. എന്തുകൊണ്ട്? ഭഗവത് ഭാവത്തിൽ അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൽ പിന്നെ കർമ്മമില്ല. എന്താ സൂചിപ്പിക്കുന്നത്? ആഗ്രഹപ്രേരിതമാണ് കർമ്മങ്ങൾ. അജ്ഞാനത്തിന്റെ സന്തതികളാണ് കർമ്മങ്ങൾ. സുജ്ഞാനനായ ഭഗവാന് പിന്നെ എവിടെയാണ് കർമ്മങ്ങൾ? ഹരേ കൃഷ്ണ. നിരഹങ്കാരൻ. എന്താണ്? താൻ ചെയ്യുന്നുവെന്ന ഭാവം
ഇല്ല, അഹങ്കാരം ഇല്ല. അമാനി മാനദോ മാന്യോ. അമാനിയാണ് ഭഗവാൻ, ഞാൻ എന്ന അഭിമാനം ഇല്ലാത്തവനാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ഭഗവാൻ ആ മാനം കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ഭഗവാൻ മാന്യനുമാണ്. അതുകൊണ്ട് ഭഗവാൻ അഹങ്കാരമില്ലാത്തവനാണ്. പിന്നെയോ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ. ആദ്യമൊക്കെ വായിക്കുന്നവർക്ക് ഇത്തിരി വിമർശനം വരുന്ന ഒരു ലൈനാണ്. സത്യജ്ഞാന അനന്ത ആനന്ദ അമൃതാത്മകനാണ്. സത്യജ്ഞാനം അനന്തം ബ്രഹ്മ ഉപനിഷത്തിലെ ഒരു മന്ത്രമാണ്. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ. ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ്. സത്യം എന്നുള്ളതിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 3 കാലങ്ങളിലും ബാധിക്കാതെ അബാധിതമായിട്ട് നിൽക്കുന്ന ചൈതന്യം. ജ്ഞാനം അറിവ്, ചിത് ഭാവം. അനന്തം വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്നർത്ഥം. ആനന്ദം പറഞ്ഞു കഴിഞ്ഞതാണ്. അമൃതം ഒരിക്കലും മരണമില്ലാത്തത്. ഇതൊക്കെ സ്വരൂപമായിട്ടുള്ളവൻ. ആത്മകനെ സൂചിപ്പിക്കുന്ന ഇതൊക്കെ സ്വരൂപമായിട്ടുള്ളവൻ. വിഭു. വിഭു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാറ്റിനും നിയന്ത്രണമുള്ളവൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ. പല അർത്ഥമുണ്ട്. സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ. സത്ത് ചിത്ത് ബ്രഹ്മസ്വരൂപനാണ്, സമസ്തേശ്വരനാണ്. സമസ്തേശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഈശ്വരന്മാർക്കും യോഗേശ്വരേശ്വരൻ എന്ന് ഭാഗവതത്തിൽ കാണുന്നില്ലേ, അത് തന്നെ സൂര്യൻ. പിന്നെ അച്യുതൻ മഹേശ്വരൻ അച്യുതൻ. അച്യുതൻ ച്യുതിയില്ലാത്തവൻ, ഒരിക്കലും നാശമില്ലാത്തവൻ. ആദിനാഥൻ അവതാര സ്വരൂപത്തില് വിരാട് സ്വരൂപമായിട്ട് ആദ്യം പ്രകടമായ ഭഗവാൻ. സർവ്വദേവതാമയൻ, നേരത്തെ പറഞ്ഞാണ് എല്ലാ ദേവതകളിലും കൂടി പ്രകാശിക്കുന്നത് ഈ ഒരേ ചൈതന്യമാണ്. അങ്ങനെയുള്ള നിന്തിരുവടിയായത് എത്രയും മൂഢാത്മാവായി അന്ധയായുള്ളോര് ഞാൻ എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം. നിർത്തുന്ന അവിടെ വേണം ആ വായിച്ചിട്ട്. എങ്ങനെ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം. അങ്ങനെ അന്ധയായ ഞാൻ. അവിടെ അന്ധത എന്തിനെ സൂചിപ്പിക്കുന്നു? അജ്ഞാനമാകുന്ന അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ. അന്ധകാരത്തെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പൊ അന്ധത്വം സൂചിപ്പിക്കുന്നത് ആ അറിവില്ലായ്മയാണ്. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ തത്വത്തെ അറിയാൻ കഴിയുന്നില്ല. എങ്കിലും ഞാനിതാ ഭഗവാനെ നമസ്കരിക്കും. അപ്പോൾ ഭഗവത് തത്വം അറിയാൻ കഴിയുന്നില്ല, അതിന് വിഷമിക്കുന്നവരെന്താ ചെയ്യേണ്ടത്? ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചുകൊള്ളൂ. ഭഗവത് കൃപ കൊണ്ട് ഭക്തി വർദ്ധിച്ചുകൊള്ളും. അപ്പൊ ചെയ്യുന്ന ഉപാസനകളൊക്കെ ഈ അവബോധത്തോടുകൂടി ചെയ്യുമ്പോൾ കാലക്രമേണ ഉള്ളിൽ ഭക്തി വർദ്ധിച്ചിട്ട് എല്ലാവർക്കും ഇത് സാധിക്കും ഉറപ്പുവരുത്തും. ഭഗവാനെ വലിയൊരു പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത്. എന്ത്? എത്ര കുത്രാവി വസിച്ചിടിലും, എവിടെ ഏത് കാലത്ത് എങ്ങനെ വസിച്ചാലും വേണ്ടുകില്ല, പൊൽത്തളിരളികളിൽ ഇളക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണം. എന്താ പ്രാർത്ഥിക്കുന്നത്? നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാത്വച്ചരണാം ഭോജേ രതിസ്യാദനപായിനി. ഉദ്ധവർ ഭഗവാനെ പിരിയുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള സ്തോത്രങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ട് കാണാതെ പഠിച്ച് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഒക്കെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയും. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണല്ലോ. നമസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാം യഥാ ത്വച്ചരണാം ഭോജേ ജതിസ്യാദനവായിനി. അളവില്ലാത്ത നിരപേക്ഷമായ ഭക്തി ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ ഉണ്ടാകട്ടെ. ഇതറിയാൻ വലിയ തത്വജ്ഞാനമൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ഉള്ള ശുദ്ധമാവട്ടെ. ശുദ്ധമാകുമ്പോൾ തന്നെ അവിടെ ജ്ഞാനവും ഭക്തിയൊക്കെ വന്നുകൊള്ളും. അല്ലേ? ഉള്ളിൽ കനത്ത മതമാത്സര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്ത് വേണം? ഭഗവത് നാമത്തെ ജപിച്ചുകൊള്ളൂ. മുഴുവൻ ശുദ്ധമായിട്ട് നാമജപം തുടങ്ങാൻ കാത്തിരിക്കണ്ട. അത് പലപ്പോഴും നടക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? അല്പം ഒരു ഇത് കിട്ടുമ്പോൾ അവിടെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. ബാക്കിയൊക്കെ സാധിച്ചോളൂ. അല്ലേ? നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളിപ്പോൾ അങ്ങനെയാണോ ഉപയോഗിക്കുന്നതെന്നുള്ള ഓരോരുത്തരും ചിന്തിച്ചോളൂ. ഇതിന്റെ ഉദ്ദേശം അതാണ്.
രജസ്തമോ ഗുണങ്ങളും അതിനനുസരിച്ചുള്ള വാസനകളെയും നമ്മുടെ ഉള്ളിൽ നിന്ന് റൂട്ട് ഔട്ട് ചെയ്യണം. അതിനെന്ത് വേണം? ആദ്യം സത്വഗുണത്തെ കൊണ്ട് ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് സത്വഗുണവും ഇല്ലാതെയാകും. അല്ലേ? തെങ്ങിന്റെ മുള്ളെടുക്കാൻ നാരകത്തിന്റെ മുള്ളെടുത്തിട്ട് രണ്ട് മുള്ളും കൂടി ഉപേക്ഷിക്കുന്നത് പോലെ എന്ന് ഭാഗവതം. അല്ലേ? സത്വഗുണവും ഗുണം എന്നർത്ഥത്തിൽ ബന്ധിക്കുന്നതാണ്. പക്ഷേ അത് നമ്മെ ഉയർത്തുന്ന ഗുണമാണ്, താഴ്ത്തുന്നതല്ല. ഗുണം എന്നുള്ളതിന് അർത്ഥം തന്നെ ഗുണിപ്പിക്കുന്നത്, ബന്ധിപ്പിക്കുന്നത് എന്നൊക്കെയുണ്ട് അർത്ഥം. പക്ഷെ സാത്വിക ഭാവത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഭഗവത് തത്വത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് കാലക്രമേണ സത്വഗുണം പൂർണ്ണമാകുമ്പോൾ അത് സത്വഗുണത്തെയും ഇല്ലാതെയാക്കും. ഭാഗവതത്തിൽ പറയുന്ന ഉദാഹരണം എന്താണെന്ന് ഓർമ്മയുണ്ടോ? കാട്ടിൽ മുളകൾ കൂട്ടി ഒരഞ്ഞിട്ടുണ്ടാകുന്ന അഗ്നിയിൽ ആ മുളകളും കൂടി നശിക്കും. അല്ല, ഇവിടുന്നാണല്ലോ ഈ അഗ്നി വന്നത്, അതുകൊണ്ട് ഇത്രയും മുളകളെ ഒഴിവാക്കാം. ഇതുപോലെയാണ് സത്വഗുണം ഉള്ളിൽ വളർന്നു കഴിയുമ്പോൾ സത്വഗുണത്തെയും അത് ഇല്ലാതെയാക്കിക്കൊള്ളും. അത് സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. പക്ഷെ രജസ്തമോ ഗുണങ്ങളെ ഇല്ലാതാക്കുന്നത് സ്വാഭാവികമായിട്ട് നടക്കുകയില്ല. പിന്നെന്ത് വേണം? നമ്മുടെ ബോധപൂർവമായ ശ്രമം തന്നെ വേണം. അപ്പൊ ക്ഷേത്രദർശനം, ഉപവാസം, തീർത്ഥാടനം, പൂജ, ജപം ഒക്കെ എന്തിനു സഹായിക്കണം? ഇതിനെയൊക്കെ കാമക്രോധലോഭമോഹ ഇല്ല, വീതരാഗഭയക്രോധ. കഴിഞ്ഞ ദിവസം നമ്മൾ ഗീതാ ക്ലാസ്സിൽ പഠിച്ചു. വീതരാഗഭയ ക്രോധ സ്ഥിതധീർമുനി ഉച്യതേ. ഗീതാ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു സ്ഥിരമായിട്ട്. ഞായറാഴ്ച ഒരു 2 മണിക്കൂർ അതിന് ചെലവാക്കൂ. ശനിയാഴ്ച വേണ്ടവർക്ക് അവിടെ ആകാം. അല്ലേ? പഠിക്കൂ. വീതരാഗഭയ ക്രോധ. രാഗഭയക്രോധങ്ങൾ ഇല്ലാതെയാകണം. ഈ നമ്മൾ ചെയ്യുന്ന ഉപാസനകൾ മുഴുവൻ അതിന് നമ്മെ സഹായിക്കണം. അതൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചത്. പുൽത്തളിരടികളിൽ അക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞ് അപരം ഞാൻ അർത്ഥിച്ചിടുന്നേ ഇല്ല. എനിക്കത് തരണേ, ഇത് തരണേ, മുക്തി തരണേ എന്നൊന്നുമല്ല പ്രാർത്ഥിച്ചത്. പിന്നെ ഒരിക്കലും ഇളകാത്ത ഭക്തി തരണേ. അത് ഉറച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സ്വാഭാവികമായിട്ട് നടന്നുകൊള്ളും. പിന്നെ ഭഗവാനെ സ്തുതിച്ചു, പേരുകളൊക്കെ പറഞ്ഞ് നമസ്കരിച്ചു. എന്നിട്ട് ആ സ്തുതിയുടെ മാഹാത്മ്യമൊക്കെ പറഞ്ഞു. പുത്രാർത്ഥി ജപിക്കൽ നല്ല പുത്രന്മാരുണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞു. പിന്നീടാണ് സീതാ സ്വയംവരത്തിന് നമ്മൾ തയ്യാറെടുക്കുന്നത്. സീത ആരാണെന്ന് സൂചിപ്പിച്ചു. എന്ത്? നമ്മുടെ മനസ്സിന്റെ പ്രതീകമാണ് സീതാ സ്വയംവരം. സീതയെ സ്വീകരിക്കുന്ന ഭാഗമൊക്കെയാണ് കാണുന്നത്. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദമന്ദമനോജ നേത്രം മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. എന്താ സൂചിപ്പിക്കുന്നത്? ഭഗവാനെ നന്നായിട്ടൊന്ന് നോക്കി, ഇങ്ങനെ ഒന്ന് നോക്കി എന്നർത്ഥം. അപ്പം ഈ കണ്ണുകളാകുന്ന മറ്റേ കൂളപ്പൂക്കളെ കൊണ്ടൊരു മാല ചാർത്തി എന്നാണ് കവി അതിന് ഭാവിച്ചത്. എത്ര സുന്ദരമായൊരു ഭാവനയാണെന്ന് നോക്കൂ. അതിങ്ങനെയൊന്ന് നോക്കി. എന്തുകൊണ്ടാ? സീതാദേവി ഭഗവാന്റെ മുട്ടിന്റെ അവിടെ വരെ ഉള്ളൂ ആള്. അപ്പൊ ശരിക്കും ആളിനെ ഒന്ന് കാണണമെങ്കിൽ എന്ത് വേണം? മാല ഇടുന്നതിന് മുമ്പ് എന്തോ കോന്തനാന്നൊന്ന് നോക്കണ്ടേ? അതിനൊന്ന് നോക്കിയതാ ഇങ്ങനെ. അതിനെ കവി ഭാവിച്ചത് എങ്ങനെ, ഭാവന കൊടുത്തത് എങ്ങനെയാണ്? നേത്രോൽപലമാലയും ഇട്ടാൾ മുന്നേ, ആദ്യം അത് കഴിഞ്ഞിട്ടാ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. വാൽമീകി രാമായണത്തിൽ ഇവർ തമ്മിൽ നേരത്തെ ഒന്ന് കാണുന്ന ഒരു രംഗമൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എഴുത്തച്ഛൻ അവിടെയൊക്കെ ഒഴിവാക്കിയത്. രസകരമായ ഒരു രംഗമാണ് അതെന്നാണ് അല്ലേ? ദേവി ഇങ്ങനെ പുഷ്പമൊക്കെ പറിച്ച് അവിടെ നടന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമൻ ഇങ്ങനെ അതിൻ്റെ അടുത്തുള്ള ഒരു കുളത്തിൻ്റെ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുളത്തില് ജലാശയത്തിൽ സീതാദേവിയുടെ പ്രതിബിംബം കണ്ടു അത്രേ. അപ്പൊ ശ്രീരാമൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ദേവി കണ്ടപ്പോൾ ദേവിക്കൊരു ലജ്ജയൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് ഓടിപ്പോയി എന്നൊക്കെ
വാൽമീകി രാമായണത്തിലൊരു സൂചനയുണ്ട്. എഴുത്തച്ഛന്റെ രാമനും സീതയും അങ്ങനൊന്നും കണ്ടുമുട്ടിയിട്ടൊന്നുമില്ല, അപ്പോഴാ കാണുന്നതെന്ന്. ഒരു ചെറിയ അപകടം ഉണ്ടായത് എന്താ, മാല ഇടാൻ ഇത്തിരി വിഷമിച്ചു. ഇത്രയേ ഉള്ളൂ ആളെ കഴുത്ത്. ശ്രീരാമൻ അങ്ങനെ നല്ല പൊക്കമുണ്ട്, 16 വയസ്സേ ഉള്ളെങ്കിലും നല്ല പൊക്കമുണ്ടായിരുന്നു. സീത ഇത്രയേ ഉള്ളൂ, എങ്ങനെയാ മാല ഇടുന്നത്? അപ്പൊ ലക്ഷ്മണൻ പുറകെ നിന്നൊന്ന് തോണ്ടി എന്നാണ് പറയുന്നത്. ചേട്ടാ ഒന്ന് കുനിഞ്ഞു കൊടുക്കൂ, എന്തായാലും കല്യാണം കഴിഞ്ഞു, ഇനിയും കുനിഞ്ഞു കൊടുത്തേ ഒക്കൂ. എന്നാ ഇപ്പോഴേ അങ്ങോട്ടൊന്ന് കുനിഞ്ഞു കൊടുത്തോളൂ ചേട്ടാ. ഇന്ന് ലക്ഷ്മണൻ ഒന്ന് ചൊറിഞ്ഞു കൊടുത്തപ്പോഴാണ് ഭഗവാൻ തല. സീതാദേവി ഇങ്ങനെ മാലയും കൊണ്ട് നിൽക്കുകയാണ്, ഇതെങ്ങനെ അല്ലേ, എനിക്ക് വല്ല സ്റ്റെപ്പും വെച്ച് കയറണം. അപ്പോൾ ഭഗവാൻ നന്നായിട്ട് ഒന്ന് കുനിഞ്ഞു കൊടുത്തു. ഭാര്യമാരുടെ മുമ്പിൽ കുനിയുന്നത് ആരാ തുടങ്ങി വെച്ചപ്പോഴ്? വന്നുടൻ നേത്രോൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമ. എന്താ സുന്ദരമായ ഭാവനയാണെന്ന് നോക്കുക. ആ സാഹിത്യം ആസ്വദിക്കുക നന്നായിട്ട്.